ഓം സ്വാമിയേ ശരണമയ്യപ്പ. മാളിയപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവ്യേ നമ. ശ്രീ ലളിതാ ത്രിപുരസുന്ദര്യേ നമ. ഞാൻ മാടവന പരമേശ്വരൻ നമ്പൂതിരി, മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി. ലളിതാ സഹസ്രനാമത്തിലെ 427 നാമങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി 428 നാമം. ഓം പഞ്ചകോശംധരസ്ഥിതായേ നമ. പഞ്ചകോശങ്ങൾക്കും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നവൾ. പഞ്ചകോശങ്ങൾ തന്ത്രശാസ്ത്രപ്രകാരം പരഞ്ജ്യോതി, പര, നിഷ്കളാശാംഭവി, അജവ, മാതൃക എന്നിവയാണ്. അപ്പോൾ ജ്ഞാനാർണവത്തിൽ പറയുന്നത് ശ്രീവിദ്യ അജപരം ജ്യോതി പരം പരാ നിഷ്കളാശംഭവി അജവാ മാതൃകാചേതി പഞ്ചകോശ പ്രകീർത്തിതാം. ഈ 5 കോശങ്ങൾക്കുമുള്ളിൽ ബിന്ദുവാകൃതിയിൽ സർവാനന്ദമയീ ചക്രം സ്ഥിതി ചെയ്യുന്നു എന്നാണ്. അപ്പോൾ അതിലാണ് ദേവി ശ്രീവിദ്യ വസിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ മുകളിൽ പറഞ്ഞ ഈ പഞ്ചകോശങ്ങൾ അതേ നാമത്തോടു കൂടിയ ദേവിമാരെ സാധകർ ഉപാസിക്കണമെന്നാണ്. ഇനി മറ്റൊരു പ്രകാരത്തിൽ ഈ പഞ്ചകോശങ്ങൾ സമാധിയുടെ 5 തലങ്ങളെ കുറിക്കണമെന്നാണ്. സാമ്യം, ലയം, വിനാശം, അത്യന്തഭാവം, ഐക്യം. അപ്പോൾ സാമ്യത്തിൽ ജീവനും പരമാത്മാവും തമ്മിലുള്ള ഭേദം നിലനിൽക്കുന്നു എന്നാണ്. ലയത്തിൽ ഐക്യം ആരംഭിച്ചിരിക്കുന്നു, എന്നാൽ പൂർണ്ണമല്ല എന്നും പറയുന്നു. വിനാശത്തിൽ ഭേദം അപ്രത്യക്ഷമാകുന്നു. അത്യന്തഭാവത്തിൽ ഇത് ഒന്നുകൂടി പൂർണ്ണമാകുന്നു എന്ന് പറയുന്നു. ഐക്യത്തിൽ സമ്പൂർണ്ണ ജീവബ്രഹ്മ ഐക്യം സംഭവിക്കുന്നു എന്ന് പറയുന്നു. ബ്രഹ്മഗീതയിൽ പറയുന്നു, സത്യജ്ഞാന അദ്വൈതാത്മകമായ ബ്രഹ്മം സർവത്തിൻ്റെയും ആധാരവും സാക്ഷിയുമായി ആനന്ദമയകോശത്തിൽ വ്യാപിച്ചിരിക്കുന്നു. അതാണ് സർവത്തിൻ്റെയും നിത്യസാരം എന്ന് പറയുന്നു. ഇനി ക്രോധഭട്ടാരകൻ അല്ലെങ്കിൽ ദുർവാസാവ് പറയുന്നത് വേറൊരു വിധത്തിലാണ്. അല്ലയോ അമ്മേ, മഹോപനിഷത്തിൽ വിവരിച്ചിരിക്കുന്ന പ്രകാരം അന്നമയ, പ്രാണമയ, മനോമയ, ബുദ്ധിമയ, ആനന്ദമയ കോശങ്ങൾക്കുള്ളിൽ പ്രോജ്വല ജ്യോതിഷായി വിളങ്ങുന്ന നിന്നെ അറിയുന്നവൻ തന്നെയാണ് ബ്രഹ്മജ്ഞാനി എന്ന് പറയുന്നു. അപ്പോൾ വേദാന്തത്തിലെ മറ്റൊരു രീതിയിലാണ് ഈ പഞ്ചകോശകൽപ്പന കാണുന്നത് എന്നുള്ളതാണ്. ഈ പഞ്ചകോശകൽപ്പന മനുഷ്യമേധയ്ക്ക് കണ്ടെത്താവുന്നതിൽ അത്യുദാത്തമായ ശാസ്ത്രീയ അപഗ്രഥനമാണെന്ന സത്യവും ജിജ്ഞാസുക്കളെ അത്ഭുതാധീനരാക്കുന്നതാണ് എന്നാണ്. അപ്പോൾ അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം എന്നാണ് ആ പഞ്ചകോശങ്ങൾ. ആനന്ദമയകോശത്തിനും അതീതയായി ദേവി അഥവാ ചിച്ചക്തി വിളങ്ങുന്നു. ബ്രഹ്മസൂത്രത്തിലെ ശങ്കരഭാഷ്യത്തിലെ ആനന്ദമയാധികരണത്തിലെ ഈ ചർച്ച നമുക്ക് വ്യക്തമായിട്ട് കാണാനും സാധിക്കും. അപ്പോൾ പ്രാചീന മതവും ശ്രീശങ്കര ഭഗവത്പാദരുടെ സിദ്ധാന്തവും അവിടെ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. തൈത്രീയോപനിഷത്തിലാണ് പഞ്ചകോശങ്ങളെ പറ്റിയിട്ട് കൂടുതൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി 429 നാമം. ഓം നിസ്സീമമഹിമായേ നമ. സീമയില്ലാത്ത അല്ലെങ്കിൽ അതിരില്ലാത്ത മഹിമകളോടുകൂടിയവൾ. പ്രപഞ്ചത്തിലെ ബ്രഹ്മ വ്യതിരിക്തമായ സകലതിനും ആബ്രഹ്മ കീടപര്യന്തം പരിമിതികളോടുകൂടിയ മഹിമകളാണുള്ളത് എന്നാണ്. അപ്പോൾ അപരിമിതമായ മഹിമ ബ്രഹ്മത്തിന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ നിസീമമായ മഹിമകളോടുകൂടിയ ദേവി ബ്രഹ്മസ്വരൂപിണിയാണ് എന്നാണ് നാമത്തിനർത്ഥമായിട്ട് പറഞ്ഞത്. ഇനി 430 നാമം. ഓം നിത്യയൗവനായേ നമ. കാലത്രയത്തിലും യൗവനയുക്തയായവൾ. അവസ്ഥാഭേദം ദേവിയെ ബാധിക്കുന്നില്ല. കാരണം ദേവി കാലത്തെ സൃഷ്ടിക്കുന്നവളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ കാലത്താൽ സൃഷ്ടിക്കപ്പെടുന്നവളല്ല ദേവി എന്നുള്ളതാണ്. അപ്പോൾ എല്ലാറ്റിനും കൗമാരാദി ദശകൾ കാലാനുരോധിയായി മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതും നമുക്കറിയാം. അപ്പോൾ അത്തരം ഒരു ഭാവപരിണാമവും ദേവിയെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്നില്ല. അതുകൊണ്ട് ദേവി നിത്യയൗവനയാണ് എന്നാണ്. അതായത് രജസ്വലയാകാത്തവൾ എന്നൊരർത്ഥം വേണമെങ്കിൽ നമുക്ക് എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇനി 431 നാമം. ഓം മദശാലിന്യേ നമ. മതം കൊണ്ട് ശോഭിക്കുന്നവൾ എന്നാണ്. അപ്പോൾ ബ്രഹ്മാനന്ദ രസാസ്വാദനമാണ് ഇവിടെ മതത്തിന് ഹേതു, ഇല്ലേ?
ആ മതലഹരിയിലാണ് ദേവി എന്നാണ്. അപ്പോൾ മതലഹരിയിലെ മുഖം അരുണാഭവും കണ്ണുകൾ ആരക്തവർണ്ണങ്ങളും ആകാറുണ്ടല്ലോ അല്ലേ. അപ്പോൾ ദേവിയുടെ മുഖസൗന്ദര്യം ദ്വിഗുണീകൃതമായിരിക്കുന്നു എന്നാണ് ഈ നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വിഷയാന്തരങ്ങൾ, അന്യവിഷയങ്ങൾ, വിഷയാന്തര സമ്പർക്ക ശൂന്യം, അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളോട് ഒരു പ്രകാരത്തിലും ബന്ധമില്ലാത്തത്, വിഷയാന്തര സമ്പർക്ക ശൂന്യ ആനന്ദൈക വിഷയകോ വൃത്തിവിശേഷ മത എന്നാണ് മതത്തെ ആചാര്യന്മാർ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അപ്പോൾ വിഷയസംബന്ധമല്ലാത്ത ആനന്ദത്താൽ ശോഭിക്കുന്നവൾ, അതാണ് ബ്രഹ്മാനന്ദരസം എന്ന് പറയുന്നത്. ആ ആനന്ദമതം കൊണ്ട് ശോഭിക്കുന്നവൾ മതശാലിനി എന്ന് നാമത്തിനർത്ഥമായിട്ട് വരണം. ഇനി 432 നാമം. ഓം മതകൂർണിതരക്താക്ഷിയൈ നമഃ. മതം കൊണ്ട് ഇളകുന്നതും അന്തർമുഖവുമായ നയനങ്ങളോടുകൂടിയവൾ. സന്തോഷാധിക്യമാണ് ചെറുതായിട്ട് അടഞ്ഞ കണ്ണുകൾ സൂചിപ്പിക്കുന്നത് ഇല്ലേ. അപ്പോൾ ഗൂഢമായിട്ടുള്ള ഹൃദയാനന്ദരസത്തോടു കൂടിയവൾ എന്നൊരർത്ഥം കൊടുക്കാം. പ്രാപഞ്ചിക വിഷയങ്ങളിൽ നിന്നും തൻ്റെ ഭക്തൻ വേർപെട്ട് സന്മാർഗനിശയിൽ മുന്നേറുന്നുണ്ടല്ലോ എന്ന് കാണുമ്പോൾ ദേവിക്കുണ്ടാവുന്ന ഹൃദയാഹ്ലാദമാണ് ആ കണ്ണുകളുടെ സന്ദേശം എന്നും നമുക്ക് മനസ്സിലാക്കാം. ഇനി 433 നാമം. ഓം മതപാടലഗണ്ഡഭുവേ നമഃ. മതലഹരിയിൽ പാടലവർണ്ണം വീശുന്ന ഗണ്ഡഭുവത്തോടു കൂടിയവൾ എന്നാണ്. പാടലം എന്ന് പറഞ്ഞാൽ ഇളം ചുവപ്പ്, ഗണ്ഡഭൂ എന്ന് പറഞ്ഞാൽ കവിൾത്തടാണ് അല്ലേ. അപ്പോൾ ഭക്തൻ്റെ ആധ്യാത്മികോത്കർഷം കാണുമ്പോഴുണ്ടാകുന്ന ഉൾപ്രേമം കൊണ്ട് അമ്മയുടെ കവിൾത്തടങ്ങൾ ചുവക്കാം. കാമേശ്വരൻ്റെ സന്തത സാന്നിധ്യത്തിലും ദേവിയുടെ കവിൾത്തടം പ്രേമപ്രകർഷത്താൽ ചുവന്നു തുടുത്ത് കമനീയമാകാം. മതത്തിന് പല അർത്ഥങ്ങൾ കോശങ്ങളിലൊക്കെ കാണുന്നുണ്ട്. അപ്പം നമുക്കിവിടെ ഭക്തിരസം തുളുമ്പുന്നത് അർത്ഥമായിട്ട് തന്നെ എടുത്താൽ മതി എന്നുള്ളതാണ്. അപ്പം മതത്തിന് മതോ രേതസി കസ്തൂര്യാംഗർവേ ഹർഷേഭ ദാനയോ മധ്യേപി മത. രേതസ്, കസ്തൂരി, ഗർവം, ആനന്ദം, ആനയുടെ മതജലം, മദ്യം, ഇങ്ങനെ പോകുന്ന അർത്ഥങ്ങൾ കോശങ്ങളിൽ. അപ്പോൾ മതം കസ്തൂരി എന്നുള്ള അർത്ഥം എടുക്കാം. പാടലം, പാതിരിപ്പൂവ്. അപ്പോൾ പാടല സംസർഗാസുരഭി വനവാദാന്ന് അഭിജ്ഞാന ശാകുന്തളത്തിൽ കാളിദാസൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ കസ്തൂരിക്കുറി ചാർത്തി പാതിരാപ്പൂവ് കാതിലണിഞ്ഞ് അതിൻ്റെ സൗന്ദര്യമെന്ന കവിൾത്തടങ്ങളോടുകൂടിയവൾ എന്നൊക്കെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. കാളിദാസൻ്റെ ആ ഉപമ കാളിദാസസ്യ എന്ന് പറയണത് വെറുതെ അല്ല എന്നുള്ളതാണ്. ആ ഉപമ പറയാൻ കാളിദാസനെ പോലെ മിടുക്കനായിട്ട് മറ്റാരും തന്നെ ഇല്ല എന്നുള്ളതാണ്. ആ സൗന്ദര്യത്തിൻ്റെ വിശേഷണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അതും കൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി 434 നാമം. ചന്ദനദ്രവരിദ്ധാംഗ്യൈ നമഃ. ചന്ദനക്കുഴമ്പ് പുരട്ടിയ അംഗങ്ങളോട് കൂടിയവൾ. ദിപ്തം എന്ന് പറഞ്ഞാൽ ലേപനം ചെയ്യപ്പെട്ടത് എന്നാണ്. അപ്പോൾ ശരീരത്തിന് കാന്തിയും ഓജസ്സും കുളിർമയും ഉണ്ടാകാൻ ചന്ദനച്ചാറ് ശരീരത്തിൽ നമ്മൾ പുരട്ടാറുണ്ട് അല്ലേ. അപ്പോൾ ദേവീ വിഗ്രഹത്തെ പാല് കൊണ്ടും നെയ്യ് കൊണ്ടും ചന്ദനക്കുഴമ്പ് കൊണ്ടും പനിനീര് കൊണ്ടും ഒക്കെ അഭിഷേകം കഴിക്കാറുമുണ്ട്. അപ്പോൾ സാധാരണ ആണല്ലോ. അപ്പോൾ നമ്മൾക്കിടെ മാനസപൂജയിലും ഈ അഭിഷേക പ്രക്രിയ നമ്മൾ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി അടുത്ത 435 നാമം. ഓം ചാമ്പേയ കുസുമപ്രിയായൈ നമഃ. ചമ്പകപ്പൂക്കളോട് പ്രത്യേകം താല്പര്യമുള്ളവൾ. ചമ്പകപ്പൂവിന് ഒരു സവിശേഷതയുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ തേൻ നുകർന്നാൽ വണ്ട് മരിച്ചു പോകും. അതുകൊണ്ട് വണ്ട് തൊട്ട് അശുദ്ധമാക്കാത്ത പൂവാണ് ചമ്പകപ്പൂവ്. ആ പൂവിനോടാണ് ദേവിക്ക് പ്രിയം എന്നാണ്. അപ്പോൾ ഭൗതിക വിഷയങ്ങളും വിഷപ്രായമാണല്ലോ അല്ലേ. അപ്പോൾ ആരംഭത്തിൽ അമൃത് പോലെ തോന്നുന്ന ഭാര്യാപുത്രാദി ബന്ധങ്ങൾ പോലും പിന്നീട് വിരക്തി കൊണ്ട് വിഷം പോലെ ഒഴിവാക്കേണ്ടി വരുന്നതായിട്ടുള്ള സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് അല്ലേ. യോഗിമാരുടെ നിലയോ യത്തദഗ്രേ വിഷമിവ പരിണാമേ അമൃതോപമം തത്സുഖം സാത്വികം പ്രോക്തം ആത്മബുദ്ധി പ്രസാദജം. ഗീതയിൽ 18 അധ്യായത്തിൽ ഭഗവാൻ പറയണതാണ്. രൂപരസാദികളാകുന്ന വിഷയങ്ങളോട് വിരക്തി വന്ന ബുദ്ധിയുടെ ആനന്ദാനുഭൂതിയാണ് ഇവിടെ അമൃതം.
രൂപരസാദികളോടുകൂടി മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും ഉണ്ടാകുന്ന ആനന്ദം മർത്യമാണ്, അതായത് മരണമാണ്, നശ്വരമാണ്. ആനന്ദത്തിൽ സ്പർശിക്കാത്ത ആത്മാരാമന്മാരുടെ പ്രതീകമാണ് ഇവിടെ ചമ്പകപ്പൂക്കൾ. ആ പൂക്കളോട് പ്രത്യേകം പ്രതിപത്തിയുള്ളവളാണ് ദേവി എന്നൊക്കെയാണ് ഈ നാമത്തിന് അർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 536 നാമം. ഓം കുശലായൈ നമഃ. സമർത്ഥയായവൾ, എന്തും സമർത്ഥമായി നിർവഹിക്കുന്നവൾ എന്നൊക്കെയാണ് നാമത്തിനർത്ഥം വരുന്നത്. ഇനി കുശം ലാതി ഇതി കുശല, കുശപ്പുല്ലരിയുന്നവർ. ഗുരുവിൻ്റെ പൂജയ്ക്ക് മുൻകൂട്ടി കണ്ടുവച്ചിട്ടുള്ള കുശപ്പുല്ല് വെളുക്കും മുമ്പ് അരിഞ്ഞു കൊണ്ടുവന്ന് വരുന്നവനാണ് കുശലൻ. അങ്ങനെ മുൻകാഴ്ചയും മുൻകരുതലുമുള്ളവൻ എന്ന അർത്ഥത്തിലും പ്രചരിച്ച പദമാണ് കുശല എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് കുശല. അതുപോലെ തന്നെ തൻ്റെ ഭക്തന്മാരെ അതിനിപുണമായി ആപത്തിൽ നിന്നും കരകയറ്റുന്നത് കൊണ്ട് സമർത്ഥ എന്നും മനസ്സിലാക്കാം എന്നുള്ളതാണ്. അപ്പോൾ കുശം എന്ന് പറഞ്ഞാൽ ജലം എന്നൊരർത്ഥമുണ്ട്, ലാ എന്ന് പറഞ്ഞാൽ ലാതി. അപ്പോൾ ആദാനം ചെയ്യുന്നവൾ എന്നാണ്, കൈക്കൊള്ളുന്നവൾ. ലാതി എന്ന് പറഞ്ഞാൽ എടുക്കുക, അരിയുക, മുറിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ ഉപാസകൻ്റെ ജലതർപ്പണത്തെ താല്പര്യപൂർവം കൈക്കൊള്ളുന്നവൾ, അല്ലെങ്കിൽ ഭക്തൻ അർപ്പിക്കുന്നത് ജലം മാത്രമായാലും സന്തോഷപൂർവം സ്വീകരിക്കുന്നവൾ എന്നൊക്കെയുള്ള അർത്ഥം നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി കൂ എന്ന് പറഞ്ഞാൽ കുൽസിതം, അതായത് കുറവുള്ളത്. ശല എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്. അപ്പോൾ ദേവിയുടെ മുഖകാന്തിക്ക് മുന്നിൽ ചന്ദ്രൻ പോലും കുൽസിതനായി തീരുന്നു. അങ്ങനെ സ്വന്തം മുഖശോഭ കൊണ്ട് ചന്ദ്രനെ കുൽസിതയാക്കുന്നവൾ എന്നുള്ളൊരർത്ഥം എടുക്കാം. അപ്പോൾ അസ്തപ്രഭനാക്കുന്നവൾ ചന്ദ്രനെ. അങ്ങനെയൊക്കെ കുശല എന്നുള്ള ശബ്ദത്തെ നമുക്ക് വ്യാഖ്യാനിക്കാം എന്നാണ് പറയുന്നത്. ഈ 437 നാമം. ഓം കോമളാകാരായൈ നമഃ. കോമളമായ ആകാരത്തോടു കൂടിയവൾ. ആകാരം എന്ന് പറഞ്ഞാൽ ആകൃതിയാണ് അല്ലേ. അപ്പോൾ വിനയ സൗശീല്യാദികളാണ് ഇവിടെ കോമളതയ്ക്ക് കാരണമായിട്ട് വരുന്നത്. അപ്പോൾ ആകർഷകമായ ഭാവഹാവാദികളോട് കൂടിയവളാണ് ദേവി എന്നുള്ളതാണ് നാമത്തിനർത്ഥം. ഇനി 438 നാമം. ഓം കുരുകുല്ലായൈ നമഃ. കുരുകുല്ല എന്ന ശക്തിദേവതയോട് കൂടിയവൾ. ഈ ശക്തിദേവത എന്ന് പറഞ്ഞാൽ ശ്രീചക്രത്തിലെ വിമർശ നദിയിൽ വർത്തിക്കണു എന്നാണ് പറയുന്നത്. അപ്പോൾ വിമർശ നദി ചിത്തിനും, അതായത് ബുദ്ധിക്കും അഹങ്കാരത്തിനും ഇടയിൽ കൂടി പ്രവഹിക്കുന്നു ആണ് ഒരു കൽപ്പന. അപ്പോൾ ഇത് ഇട, പിങ്കള എന്നീ നാടികൾക്കിടയിലൂടെ നട്ടലിനുള്ളിൽ കൂടി കടന്നു പോകുന്ന സുഷ്മനാ നാഡിയിൽ പ്രവഹിക്കുന്ന അമൃത നദിയാണ് എന്ന് തന്ത്രരാജൻ 22-ാം അധ്യായത്തിൽ പറയണു. തന്ത്രരാജൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ. അപ്പോൾ ഈ അമൃത നദിയുടെ അതിദേവതയാണ് കുരുകുല്ല എന്ന് പറയുന്നത്. കുരുവിന്ദധരണി നിലയം കുലാജലസ്പർദ്ധി കുജനമന്മധ്യാം കുങ്കുമവിലിപ്തഗാത്രീം കുരുകുല്ലാം മനസി കുർമഹേ സതതം. സ്തനഭാരത്താൽ പർവ്വതങ്ങളെ ലജ്ജിപ്പിക്കുന്നവളും ചുവന്ന കുറിക്കൂട്ട് ചാർത്തിയവളും കുരുവിന്ദത്തിൽ താമസിക്കുന്നവളുമായ കുരുകുല്ലാദേവിയെ ഞാൻ എല്ലായ്പ്പോഴും ധ്യാനിക്കുന്നു എന്നാണ് ലളിതാസ്തവ രത്നത്തിലെ ദേവിയെ സ്തുതിക്കണേതായിട്ട് പറയണത്. അപ്പോൾ ഈ പറയപ്പെട്ട അമൃത നദിയിൽ തോണി നയിക്കുന്നത് കുരുകുല്ല എന്നുള്ള ശക്തിദേവതയാണ് എന്നാണ്. അപ്പോൾ അരൂപാനുഭൂതികൾക്ക് പ്രതീകങ്ങളിലൂടെ സ്വരൂപകൽപ്പന നൽകുക എന്നുള്ള സമ്പ്രദായം ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാചീനമായിട്ട് തന്നെയുള്ള ഒരു സംഗതിയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി 439 നാമം. ഓം കുളേശ്വര്യൈ നമഃ. കുളങ്ങൾക്ക് ഈശ്വരിയായവൾ. കുളം എന്ന് പറഞ്ഞാൽ ത്രിപുടി, ജ്ഞാതാവ്, ജ്ഞേയം, ജ്ഞാനം, ഇതാണ് ത്രിപുടി. അപ്പോൾ ത്രിഭുവന സീമ കടന്നു തിങ്ങിവിങ്ങും ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്ക് കരസ്ഥമാകുമീലെ ഉപനിഷദുക്തി രഹസ്യമോർത്തിടേണം. ഈ ത്രിപുടിക്ക് അതീശ്വരിയാണ് ദേവി. കുണ്ടലിനീ ശക്തിക്കും
കുളേശ്വരി എന്ന് പറയാറുണ്ട്. അപ്പോൾ കുളേശ്വരൻ ശിവനാണ്, കുളേശ്വരൻ്റെ പത്നി കുളേശ്വരി എന്നും പറയാം. അപ്പോൾ കുളം എന്നുള്ളത് കുലം എന്നാകൂലോ, അങ്ങനെ കുലത്തിൻ്റെ അതീശ്വരി എന്നും നാമത്തിന് നമുക്ക് അർത്ഥം എടുക്കാം, അവിടെ തെറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ കു എന്ന് പറഞ്ഞാൽ പൃഥ്വീതത്വമാണ്. അപ്പോൾ ല എന്ന് പറഞ്ഞാൽ ലയിച്ചിരിക്കുക, പൃഥ്വീതത്വം ലയിച്ചിരിക്കുന്ന മൂലാധാര ചക്രത്തിൻ്റെ അതീശ്വരിയാണ് ദേവി എന്ന് നമുക്കവിടെ അർത്ഥം കൽപ്പിക്കാവുന്നതാണ്. ഇനി 440 നാമം. ഓം കുളകുണ്ടാലയായ നമഃ. കുളകുണ്ടം ആലയമാക്കിയിട്ടുള്ളവൾ. കുളകുണ്ടം എന്ന് പറഞ്ഞാൽ മൂലാധാര പത്മത്തിലെ മഞ്ജരിയുടെ നടുവിലുള്ള ബിന്ദുവാണ്. അപ്പോൾ ആ ബിന്ദുവിൽ വസിക്കുന്നവൾ. ആലയം എന്ന് പറഞ്ഞാൽ വീട്. അപ്പോൾ കുണ്ടലിനീ ശക്തി ഈ ബിന്ദുവിലാണ് നിദ്ര കൊള്ളുന്നത് എന്ന് സൗന്ദര്യലഹരിയിലെ ആചാര്യസ്വാമി പറയുന്നുണ്ട് അല്ലേ. നോക്കാം 10ാമത്തെ ശ്ലോകം. സുധാധാരാസരൈശ്ചരണ യുഗളാന്തർവികളിതൈ പ്രപഞ്ചം സിഞ്ചന്തി പുനരവി രസാംനായ മഹസ അവാപ്യാസ്വാം ഭൂമിം ഭുജഗ നിവമദ്യുഷ്ടവലയം സ്വാമാത്മാനം കൃത്വാ സ്വവിഷി കുലകുണ്ടേ കുഹരിണി. ദേവി അവിടുത്തെ പാദകമലങ്ങളിൽ നിന്നും ഉദ്ഗളിക്കുന്ന അല്ലെങ്കിൽ ഒഴുകുന്ന അമൃതവർഷത്താൽ പ്രപഞ്ചത്തെ ഉപാസകന്റെ സകല നാഡീവ്യൂഹത്തെയും കുളിർപ്പിച്ചിട്ട് വീണ്ടും അവിടുന്ന് ചന്ദ്രാധിക പ്രഭയോടെ സ്വന്തം ആവാസഭൂമിയായ മൂലാധാര ചക്രത്തെ പ്രാപിച്ച് സർപ്പാകൃതി പൂണ്ട് 3.5 ചുറ്റ് തിറയിട്ട് സൂക്ഷ്മരന്ധ്രത്തോടു കൂടിയ, അതായത് കുഹരിണി, മൂലകന്ധത്തിൽ എന്ന് പറഞ്ഞാൽ കുളകുണ്ടേ ഉറങ്ങുന്നുവല്ലോ എന്നാണ് ആ ശ്ലോകത്തിനർത്ഥം. അപ്പോൾ നാഡീവ്യൂഹം 72,000 നാഡികൾ എന്നാണ് ഋഷിവചനം. അപ്പോൾ രസാംനായ മഹസ എന്നുള്ള പദം ചന്ദ്രന് തന്ത്രശാസ്ത്രങ്ങളിൽ പ്രസിദ്ധമാണ് അല്ലേ. അങ്ങനെ കുളകുണ്ടത്തെ, അതായത് മൂലാധാര ഗന്ധത്തെ ആലയമാക്കിയിട്ടുള്ളവൾ നിന്ന് നാമത്തിന് അർത്ഥമായിട്ട് എടുക്കാവുന്നതാണ്. ഈ 441 നാമം. ഓം കുളമാർഗ തൽപര സേവിതായൈ നമഃ. കൗളമാർഗത്തിൽ തൽപരായവരാൽ പരിസേവിക്കപ്പെടുന്നവൾ എന്നാണ്. കൗളം എന്ന് പറഞ്ഞാൽ കുളത്തെ സംബന്ധിച്ചത് എന്നാണ്. അപ്പോൾ കുലവുമാകാം. മുമ്പ് കുലശബ്ദത്തെ വ്യാഖ്യാനിച്ച് കഴിഞ്ഞതാണ് അല്ലേ. അപ്പോൾ കുലപരമ്പരയാ ആചരിച്ചു വരുന്ന സന്മാർഗനിഷ്ഠയിൽ തൽപരയായവരാൽ ആരാധിക്കപ്പെടുന്നവൾ എന്ന് നമുക്ക് നാമത്തിന് അർത്ഥം എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ദേവ്യവാസനയ്ക്ക് 3 മാർഗങ്ങളാണ് പറയണത് അല്ലേ. സമയപൂജ, മിശ്രപൂജ, കൗളപൂജ. അപ്പോൾ വേദങ്ങൾ, ആഗമങ്ങൾ, വാസിഷ്ഠം, ഇങ്ങനെ ഈ 3 ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള മാർഗമാണ് ഈ സമയസമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പോൾ മിശ്ര സമ്പ്രദായം 8 തന്ത്രങ്ങളിലും ചന്ദ്രകല തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളിലും വിവരിച്ചിട്ടുണ്ട്. സമയപൂജയിലെ ചില പൂജാക്രമങ്ങളോട് മറ്റു ചില പൂജാക്രമങ്ങൾ കൂട്ടിക്കലർത്തിയാൽ മിശ്രപൂജയായി എന്നാണ്. അപ്പോൾ ഇവയിൽ നിന്നും വ്യത്യസ്തമായി 64 തന്ത്രഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള മാർഗമാണ് കൗളം. ഇനി 442 നാമം. ഓം കുമാരഗണനാഥാംബായൈ നമഃ. കുമാരൻ്റെയും ഗണനാഥൻ്റെയും അമ്മയായവൾ. കുമാരൻ എന്ന് പറഞ്ഞാൽ ശ്രീ സുബ്രഹ്മണ്യനാണ്, ഗണനാഥൻ എന്ന് പറഞ്ഞാൽ ശ്രീ ഗണപതിയാണ്. അപ്പോൾ ആദിപുരുഷൻ്റെയും ശക്തിയുടെയും സംയോഗത്തിൽ നിന്ന് അഹങ്കാരം ഉത്ഭവിക്കുന്നു എന്നുള്ളതാണ്. ഈ അഹങ്കാരത്തിൽ നിന്ന് മറ്റെല്ലാം ആവിർഭവിച്ചിരിക്കുന്നു. ഇവയെ കുമാരഗണം എന്ന് പറയുന്നു എന്നാണ്. അപ്പോൾ കുമാരഗണത്തെ ഭരിക്കുകയും ബന്ധിക്കുകയും ചെയ്യുന്നതിനാൽ കുമാരഗണനാഥാംബ എന്നുള്ളൊരർത്ഥം കൊടുക്കാം. ഇനി കൂ എന്ന് പറഞ്ഞാൽ കുൽസിതം, ഹീനം. മാരഗണം എന്ന് പറഞ്ഞാൽ വിഷയേച്ഛകളാണ്. അപ്പോൾ മൃതിയിലേക്ക് നയിക്കുക കൊണ്ടാണ് മാരണഗണം വിഷയേച്ഛകളായത് എന്നുള്ളതാണ്. നാഥ എന്ന് പറഞ്ഞാൽ നാഥകൾ, അതീശശക്തികൾ എന്നൊക്കെയാണ്. അംബ എന്ന് പറഞ്ഞാൽ ബന്ധിക്കുന്നവൾ എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ ഹീനങ്ങളായ വിഷയവാസനകളെ പ്രേരിപ്പിച്ചിളക്കുന്ന ശക്തികളെ കെട്ടി നിർത്തുന്നവളാണ് ദേവി എന്ന് ഒരു അർത്ഥം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഇനി കുമാരശബ്ദം എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിൻ്റെ പര്യായമാണ്. അപ്പോൾ അംബ എന്നതിന് പ്രതിബന്ധിക്കുന്നവൾ എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ അഹങ്കാരത്തിൻ്റെ അതീശശക്തികളെ പ്രതിരോധിച്ച് സാധകന് മോക്ഷമാർഗം തുറക്കുന്നവളാണ് ദേവി എന്നും ഈ നാമത്തിന് അർത്ഥം കേൾക്കാവുന്നതാണ്.
ഈ 443 നാമം. ഈ നാമം മുതലുള്ള 7 നാമങ്ങൾ ദേവിയുടെ സ്വഭാവത്തെയാണ് വർണ്ണിക്കുന്നത്. ഓം തുഷ്ട്യൈ നമ. സദാ സന്തുഷ്ടിയോടുകൂടിയവൾ എന്നാണ്. അസ്ഥി, ഭാതി, പ്രിയം എന്നുള്ള 3 അവസ്ഥ ഏത് ഭൂതവസ്തുവിലും ഉണ്ട് എന്നുള്ളതാണ്. ഉണ്മ അത് വെളിവാക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിൽ നിന്നുള്ള തുഷ്ടി ഇതാണ്. അസ്ഥി, ഭാതി, പ്രിയം. ഇങ്ങനെ പ്രിയരൂപത്തിൽ ഏതിലും വർത്തിക്കുന്ന ശക്തിയാണ് ദേവി എന്നാണ് അല്ലേ. ദേവി മഹാത്മ്യത്തിൽ യാ ദേവി സർവഭൂതേഷു തുഷ്ടിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. മാർക്കണ്ഡേയ പുരാണത്തിലുള്ള ദേവി മഹാത്മ്യത്തിന് നമ്മൾ ദിവസം ജപിക്കാറുള്ളതാണ് അല്ലേ. അപ്പോൾ എല്ലാ ജീവജാലങ്ങളിലും തുഷ്ടിരൂപത്തിൽ വർത്തിക്കുന്നവളാണ്, അല്ലെങ്കിൽ വർത്തിക്കുന്നവൾക്ക് നമസ്കാരം. ദേവി ഭാഗവതം പറയുന്നു, ബുദ്ധി, കീർത്തി, ധൃതി, ലക്ഷ്മി, ശക്തി, ശ്രദ്ധ, അറിവ്, സ്മൃതി, ഇങ്ങനെ വിവിധ രൂപങ്ങളിൽ ആ അമ്മ സർവ്വജീവരാശികളിലും പ്രത്യക്ഷയായിരിക്കുന്നു എന്ന് പറയുന്നു. ഇനി പത്മപുരാണം അനുസരിച്ച് വസ്ത്രേശ്വര തീർത്ഥത്തിലെ ദേവതയാകുന്നു തുഷ്ടി എന്നാണ്. അപ്പോൾ ഷോഡശമാതാക്കളിൽ ഒരാളിൻ്റെ പേര് തുഷ്ടി എന്നാണെന്നാണ്. ആ മാതൃരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി എന്നുള്ള അർത്ഥത്തിൽ ദേവിക്ക് ആ നാമം എന്തുകൊണ്ടും ചേരുന്നു എന്നുള്ളതാണ്. ഇനി 444 നാമം. ഓം പുഷ്ട്യൈ നമ. പോഷണശക്തിയായി വർത്തിക്കുന്നവൾ എന്നാണ്. അപ്പോൾ ജനിക്കുന്ന ഏത് വസ്തുവിൻ്റെയും വളർച്ച ദേവിയുടെ പുഷ്ടിശക്തിയിലാണ് നടക്കുന്നത്. ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്ക് ഉറപ്പ് നൽകാൻ ഏത് ഡോക്ടർക്കും കഴിയും അല്ലേ. കഴിയുമായിരുന്നെങ്കിൽ ഒരു കുഞ്ഞെങ്കിലും ചാവിള്ള പിറക്കുമായിരുന്നോ. സകല ജീവരാശികളിലും പോഷണശക്തിയായി വർത്തിക്കുന്നത് ദേവിയുടെ ഇച്ഛാശക്തിയാണ് എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ദേവദാരുവനത്തിലെ പ്രതിഷ്ഠാമൂർത്തിയും ഈ പുഷ്ടി എന്ന ദേവതയാണ് എന്നാണ് പറയുന്നത്. അതും ദേവി തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. ഇനി 445 നാമം. ഓം മത്യൈ നമ. മതി എന്നുള്ളതാണ്. മതി എന്ന് പറഞ്ഞാൽ ബുദ്ധിരൂപത്തിൽ വെളിപ്പെടുന്നവൾ എന്നാണ്. ഓം ബുദ്ധി എങ്ങനെ വെളിപ്പെടാനാണ് എന്ന് ചോദിച്ചാൽ, കർമ്മണി വ്യജ്യതേ പ്രജ്ഞ. പ്രവൃത്തിയിലാണ് ബുദ്ധി സുചിതമാകുന്നത്. അതാണ് ലൗകിക ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ അലൗകിക ബുദ്ധി എന്ന് പറഞ്ഞാൽ ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ ഉപാധിയാണ്. അപ്പോൾ ഈ 2 ബുദ്ധിയും ദേവി തന്നെയാണ് എന്നുള്ളതാണ്. മതി എന്ന് പറഞ്ഞാൽ അളവ് എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ അവിടെ വേദങ്ങളെ അളക്കുന്ന മാനദണ്ഡമാണ് ദേവി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വേദങ്ങളുടെ മാനം അല്ലെങ്കിൽ അളവ് എന്ന് പറഞ്ഞാൽ ദേവി തന്നെയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാവും. അപ്പോൾ വേദങ്ങളെ അറിയുന്നവളും ശുഭത്തെ തരുന്നവളും ആനന്ദദായിനിയും പരയും വിഷ്ണു തുടങ്ങിയവരാൽ പൂജിക്കപ്പെടുന്നവളും അനുഭൂതിജന്യമായ മതിരൂപത്തിൽ അറിയപ്പെടുന്നവളുമായ ആ ദേവിയെ ഞങ്ങൾ സ്തുതിക്കുന്നു എന്നാണ് സൂതസംഹിതയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി 446 നാമം. ഓം ധൃത്യൈ നമ. ധൈര്യരൂപിണി എന്നാണ്. ജീവരാശികളിൽ കാണപ്പെടുന്ന ധൈര്യം ദേവീ ചൈതന്യം തന്നെയാണ് എന്നാണ്. അപ്പോൾ ഷോഡശമാതാക്കളിൽ ഒന്നാണ് ഈ ധൃതി എന്ന് പറയുന്നത്. ആ മാതൃരൂപത്തിൽ വർത്തിക്കുന്നവളാണ് ദേവി എന്നുള്ളത് കൊണ്ടും ദേവി ധൃതിയാണ് എന്നാണ്. അപ്പോൾ പിണ്ടാരക ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ധൃതി എന്ന ദേവതയാണ് എന്ന് പറയണു. അപ്പോൾ ആ ദേവതാരൂപത്തിൽ വിളങ്ങുന്നവളാണ്. ഇതാണ് നാനാത്വത്തിലെ ഏകത്വം എന്ന് പറയുന്നത്. ഇനി 447 നാമം. ഓം ശാന്തിയൈ നമ. ശമ സ്വഭാവത്തോടു കൂടിയവൾ എന്നാണ്. അപ്പോൾ സുഖദുഃഖങ്ങളിലും ലാഭാലാഭങ്ങളിലും ജയപരാജയങ്ങളിലും ഉള്ള മനസ്സിൻ്റെ സന്തുലിതാവസ്ഥയാണ് ഈ ശാന്തി എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ ശൈവ ആഗമപ്രകാരം വായുവിൻ്റെ ഒരു കലയാണ് ശാന്തി എന്ന് പറഞ്ഞാൽ. അപ്പം മായാവിഭ്രമത്തിലും കർമ്മവൈരുദ്ധ്യത്തിലും പെട്ടുഴലുന്നവർക്ക് നേരായ മാർഗം കാട്ടുന്ന വായുകലയാണ് ശാന്തി എന്ന് നമുക്ക് മനസ്സിലാക്കുക. അപ്പോൾ സ്വധർമ്മം വിട്ട് അന്യധർമ്മത്തിൽ ആഭിമുഖ്യം കാട്ടുന്നതാണ് ഈ കർമ്മവൈരുദ്ധ്യം എന്ന് പറയുന്നത്. അത് ശ്രേയസ്കരമല്ല, അശാന്തികരമാണ് താനും. അപ്പോൾ സ്വധർമ്മേ നിധനം ശ്രേയ.
പരധർമ്മോ ഭയാവഹ എന്നാണ്. ഗീതാതത്വം ജീവിത പുരോഗതിയുടെ ആണിക്കല്ലാണ് അല്ലേ. ബ്രഹ്മ പരാശര സ്മൃതി അനുസരിച്ച് മൂക്കിൻ്റെ തുമ്പ് മുതൽ 15 അങ്കുലം താഴെ വരെയുള്ള സ്ഥാനമാണ് ജീവൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഇരിപ്പിടം എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ഥാനത്തിൻ്റെ പേരാണ് ശാന്തി എന്ന് പറയുന്നു. അപ്പം ശാന്തിയോട് കൂടിയവളാണ് ദേവി എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. ഇനി അണുമലം, കർമ്മമലം, മായാമലം, ഈ ത്രിവിധ മലങ്ങളെ അകറ്റുന്ന കലയ്ക്ക് ശാന്തി എന്ന് പേരുണ്ട് എന്ന് ശൈവാഗമത്തിൽ പറയുന്നു. ഇനി 448 നാമം. ഓം സ്വസ്തിമത്യൈ നമഃ. സു അധികം അസ്ഥി സമം സ്വസ്തി അല്ലേ. അപ്പോൾ സു എന്ന് പറഞ്ഞാൽ ശോഭനം, അസ്ഥി എന്ന് പറഞ്ഞാൽ ഉണ്മ. അപ്പോൾ ശോഭനമായ ഉണ്മ എന്ന് പറഞ്ഞാൽ ബ്രഹ്മം തന്നെയാണ് അല്ലേ. അതിനാണ് പാരമാർത്ഥിക സത്ത എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ദേവി പാരമാർത്ഥിക സത്തയാണ്. സ്വസ്തി എന്ന് പറഞ്ഞാൽ മംഗളം എന്നൊരർത്ഥമുണ്ട്. അനുഗ്രഹം, പുണ്യം, ധർമ്മനിഷ്ഠ, ശുഭം എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ മത് എന്ന് പറഞ്ഞാൽ അതോട് കൂടിയത് എന്നാണ്. അപ്പോൾ മേൽപ്പറഞ്ഞ മംഗളദാദികളായ എല്ലാം ഉള്ളവളാണ് സ്വസ്തിമതി എന്നുള്ളതാണ്. അത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം. അപ്പോൾ സത്യത്തിൻ്റെ സത്യമാണ് എന്ന് ബൃഹദാരണ്യകം പറയുന്നു. അപ്പോൾ സ്വസ്തി എന്നാൽ അമൃതതത്വം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി 449 നാമം. ഓം കാന്ത്യൈ നമഃ. പ്രകാശരൂപമായി എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന കാന്തിയോട് കൂടിയവൾ എന്നാണ് നാമത്തിനർത്ഥം. ഇനി കാണുന്തോറും കാണണമെന്ന് തോന്നുന്ന ഉൾപ്രേരണയുണ്ടാക്കുന്നത് ഏതോ അതാണ് കാന്തി അല്ലേ. അപ്പോൾ ദേവിയെ എത്ര കണ്ടാലാണ് നമുക്കൊക്കെ മതിയാവുക. അപ്പോൾ കാണുന്തോറും പിന്നെയും പിന്നെയും കാണണമെന്ന ആഗ്രഹമാണ് കൂടി വരാറുള്ളത് അല്ലേ. അപ്പോൾ കാന്തിക്ക് ഇച്ഛാശക്തി എന്നൊരർത്ഥമുണ്ട്. അദമ്യമായ ഇച്ഛാശക്തിയോട് കൂടിയവൾ എന്നുള്ള നാമം നമുക്ക് എടുക്കാം. അപ്പോൾ കാന്തി എന്ന് പറഞ്ഞാൽ ഒരു സാഹിത്യ ഗുണമാണ്. അതും ദേവിയുടെ ഒരു കല തന്നെയാണ് എന്നാണ്. അപ്പോൾ 443 നാമം മുതൽ 449 വരെയുള്ള ഈ നാമങ്ങളിൽ മനുഷ്യരിലെ ഉത്കൃഷ്ട ഗുണങ്ങൾ വിഭൂതികളാണ് എന്ന് സൂചിപ്പിക്കുന്നു. ഇനി 450 നാമം. ഓം നന്ദിന്യൈ നമഃ. നന്ദിപ്പിക്കുന്നവളാണ് നന്ദിനി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നന്ദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആനന്ദിപ്പിക്കുക. നന്ദിപ്പിക്കുന്നവൻ നന്ദനൻ എന്ന് പറഞ്ഞാൽ പുത്രൻ. അപ്പോൾ വസിഷ്ഠ മഹർഷിയുടെ ഹോമധേനുവിൻ്റെ പേര് നന്ദിനി എന്നാണ് അല്ലേ. അപ്പോൾ മഹർഷിക്ക് യജ്ഞത്തിന് ആവശ്യമുള്ളതും ആശ്രമവാസികൾക്ക് വേണ്ടതും അതിഥി സൽക്കാരത്തിന് ആഗ്രഹിക്കുന്നതും പ്രദാനം ചെയ്യുന്നത് നന്ദിനിയാണ്. അപ്പോൾ ദേവീ സ്വരൂപിണിയാണ് നന്ദിനി എന്നാണ്. അപ്പോൾ ഗംഗയ്ക്കും നന്ദിനി എന്നൊരു പേരുണ്ട്. അപ്പോൾ ഗംഗയും ആഹ്ലാദിപ്പിക്കുന്നവളാണല്ലോ. അപ്പോൾ സകല പാപങ്ങളെയും കഴുകി ശുദ്ധമാക്കി ബാഹ്യവും ആന്തരികവുമായ നവോന്മേഷം പ്രദാനം ചെയ്യുന്ന ഗംഗ എന്ന നന്ദിനി. അപ്പോൾ ഗംഗാസ്വരൂപിണി എന്നും ദേവിക്ക് ഈ നാമത്തിലൂടെ നമുക്ക് അർത്ഥമായിട്ടെടുക്കാം. ഇനി നന്ദിനി എന്ന് പറഞ്ഞാൽ രോഹിണിയിൽ ജനിച്ച നന്ദൻ്റെ മകൾ, അതും വിഷ്ണുവായ തന്നെയാണ് അല്ലേ. ഭാഗവത കഥയൊക്കെ നമുക്കറിയാലോ. ഇനി 451 നാമം. വിഘ്നനാശിന്യൈ നമഃ. വിഘ്നങ്ങളെ നശിപ്പിക്കുന്നവൾ. ശ്രേയോമാർഗത്തിലും അതായത് ആധ്യാത്മിക മാർഗത്തിലും പ്രേയോമാർഗത്തിലും എന്ന് പറഞ്ഞാൽ ഭൗതിക മാർഗത്തിലും വന്നുകൂടാവുന്ന സകല വിഘ്നങ്ങളെയും ദൂരീകരിക്കുന്നവളാണ് ദേവി എന്ന് നാമത്തിനർത്ഥം. അപ്പോൾ അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ ഈ നാമങ്ങളുടെയൊക്കെ സ്വാരസ്യം നമുക്ക് വേണ്ടതുപോലെ മനസ്സിലാക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ പുണ്യസങ്കേതങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാകുകയുള്ളൂ. ഇനി 452 നാമം. ഓം തേജോവത്യൈ നമഃ. തേജസ്സുറ്റവൾ എന്നാണ്. തേജസ്സിന് ആധാരഭൂതയായവൾ. ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമ വിദ്യുതോ ഭാന്തി കുതോയ അഗ്നി തമേവ ഭാന്തമനുഭാതി സർവം തസ്യാഭാസം സർവമിതം വിഭാതി. അവിടെ സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ ഈ മിന്നൽ പിണരുകളോ പ്രകാശിക്കുന്നില്ല. പിന്നെ അഗ്നിയുടെ കഥ എന്തു പറയാനാണ്.
അപ്പോൾ പ്രകാശിക്കുന്ന അവനെ പിൻപറ്റിയാണ് സർവവും പ്രകാശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവൻ്റെ തേജസ് കൊണ്ടാണ് ഈ കാണായതൊക്കെ പ്രകാശിക്കുന്നത് എന്ന് കഠോപനിഷത്തിൽ പറയുന്നു. കഠോപനിഷത്തിലെ ആ ഒരു ശ്ലോകമാണ് നേരത്തെ ഇവിടെ ഉദ്ധരിച്ചത്. അപ്പോൾ ആ ബ്രഹ്മം തന്നെയാണ് ദേവി എന്ന് താല്പര്യം. അപ്പോൾ തേജസ്സിന് പ്രഭാവം എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ ഐശ്വര്യങ്ങളുടെ പ്രഭാവത്തോട് കൂടിയവളാണ് ദേവി എന്നും ഈ നാമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഈ നാമത്തോടുകൂടി ഇന്നത്തെ സർഗ്ഗം നമുക്കിവിടെ നിർത്താം. ഇനി 453 നാമം മുതൽ നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം, അല്ലെങ്കിൽ പഠിക്കാം. സ്വാമിയേ ശരണമയ്യപ്പ. മാളികപ്പുറത്തമ്മ ദേവി ലോകമാതാവേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവിയൈ നമ. ശ്രീ ലളിതാ ത്രിപുരസുന്ദര്യൈ നമ. ഓം